വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക. അരിക്കൊമ്പനെ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വാർത്ത വന്നേനെ എന്ന് പറഞ്ഞു. അത് ഫേസ്ബുക്കിൽ വിമർശനമായിട്ടിട്ടു. ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തു, ഇത്രയും വീട് വെച്ച് കൊടുത്തിട്ടൊരു വാർത്ത, അത് മുഖ്യമന്ത്രി വന്ന പരിപാടി ഒരു വാർത്തയാവുന്നില്ലേ? അപ്പോൾ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ സാധാരണ പരിപാടി കഴിഞ്ഞാൽ അടുത്ത ദിവസം വാർത്ത വരും. വിമർശനം വന്നപ്പോൾ അടുത്ത ദിവസം ചില പത്രങ്ങൾക്ക് ഉൾപേജിൽ ഒരു ചെറിയ വാർത്ത മുഖ്യമന്ത്രി പാല് കാച്ചുന്നതിന് കൊടുത്തു. ഇതാണൊരു അനുഭവം, ഇതാണൊരു സമീപനം. സർക്കാരോ LDF-ഓ പക്ഷെ അതിന്റെ ആവശ്യത്തിൽ പ്രൊജക്ട് ഞങ്ങളെ കൊണ്ടൊക്കെ പറ്റുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിലെനിക്ക് ബാക്കിയൊരു ചോദ്യം, അതിനു മുമ്പേ ഇപ്പം നമ്മൾ 4 ലക്ഷം രൂപ വെച്ചാണ് ഒരു വീടിനെ ചെലവാക്കുന്നത്. അത് സസ്റ്റൈനബിൾ ആണോ? ആ പണം കൊണ്ട് ഇപ്പോൾ നമുക്ക് വീട് പണിയാൻ പറ്റുന്നുണ്ടോ? അത് കൂട്ടേണ്ടി വരില്ലേ? ഇതിപ്പോൾ 10 വർഷം മുമ്പാണ്, 9 വർഷം മുമ്പാണ് 4 വർഷം നിശ്ചയിക്കുന്നത്. എനിക്കൊന്ന് അതിനുശേഷം ഭവന നിർമ്മാണ സാമഗ്രികളുടെ വില 100% വർദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ കൂട്ടുക എന്നുള്ളത് അപ്രായോഗികമാണ്. അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം മെയ്യിൽ 20,000 വീടുകളുടെ കേരളത്തിലെ താക്കോൽദാനം ഒരു ദിവസം നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി കൊല്ലത്ത് നിർവഹിക്കുക. പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യുമല്ലോ. പറഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ മുഖ്യമന്ത്രി മാത്രം വിളിച്ചാൽ മതിയായിരുന്നില്ല, അന്ന് അരിക്കൊമ്പൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക. അരിക്കൊമ്പനെ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ വാർത്ത വന്നേനെ എന്ന് പറഞ്ഞു. അത് ഫേസ്ബുക്കിൽ വിമർശനമായിട്ടിട്ടു. ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തു, ഇത്രയും വീട് വെച്ച് കൊടുത്തിട്ടൊരു വാർത്ത, അത് മുഖ്യമന്ത്രി വന്ന പരിപാടി ഒരു വാർത്തയാവുന്നില്ലേ? അപ്പോൾ അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ സാധാരണ പരിപാടി കഴിഞ്ഞാൽ അടുത്ത ദിവസം വാർത്ത വരും. വിമർശനം വന്നപ്പോൾ അടുത്ത ദിവസം ചില പത്രങ്ങൾക്ക് ഉൾപേജിൽ ഒരു ചെറിയ വാർത്ത മുഖ്യമന്ത്രി പാല് കാച്ചുന്നതിന് കൊടുത്തു. ഇതാണൊരു അനുഭവം, ഇതാണൊരു സമീപനം. സർക്കാരോ LDF-ഓ പക്ഷെ അതിന്റെ ആവശ്യത്തിൽ പ്രൊജക്ട് ഞങ്ങളെ കൊണ്ടൊക്കെ പറ്റുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട്